എനിക്കിപ്പം പുയ്യാപ്പിളയോട് യാതൊരു താല്പര്യം തോന്നുന്നില്ല. പുയ്യാപ്പിളയുടെ ബാപ്പ എന്നോട് ഒരു കാര്യം പറഞ്ഞു എന്നാണ് ഇഷാന് പറയുന്നത്. എന്തായാലും ഇഷാനയുടെ മേലേക്ക് നമുക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് ഇഷാന, യഥാർത്ഥ പേരൊന്നുമല്ല, വെറുതെ ഒരു പേര് പറഞ്ഞതാണ്. എനിക്ക് 23 വയസ്സ്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 8 മാസം. നേരത്തെ കല്യാണം കഴിക്കാൻ വീട്ടുകാരനോട് പറഞ്ഞതാണ്. പക്ഷേ പഠിത്തം കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പിടിച്ചു നിൽക്കുകയായിരുന്നു. അതിനിടയ്ക്ക് പല ആലോചനകൾ എനിക്ക് വന്നു. എന്തോ എനിക്ക് നല്ല സൗന്ദര്യമുള്ള ഒരാളെ മതി. കാര്യം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒത്തിരി ഇഷ്ടം തോന്നണം. നമ്മളുടെ കൂടെ ഹസ്ബൻഡ് നടക്കുമ്പോൾ ഹസ്ബൻഡായിരിക്കണം ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരൻ. മറ്റ് ആണുങ്ങളും പെണ്ണുങ്ങളുമൊക്കെ എൻ്റെ ഹസ്ബൻഡിനെ കണ്ട് അസൂയപ്പെടണം. അതേപോലെ എന്നെ കണ്ടു അങ്ങനെ അസൂയപ്പെടണമെന്ന് ഹസ്ബൻഡിനും തോന്നണം. അത്രയ്ക്കും എന്നോട് താല്പര്യമുള്ള ഒരാളിനെ മാത്രം മതി. എനിക്കും താല്പര്യമുള്ള ഒരാളിനെ മാത്രം മതി. എനിക്കെന്ന് ഞാൻ ആദ്യമേ നിശ്ചയിച്ചിരുന്നു. സമ്പത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യങ്ങളുടെ പേരിലോ സൗന്ദര്യത്തിന് ഞാൻ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യില്ല എന്നും തീരുമാനമെടുത്തിരുന്നു. അങ്ങനെ കുറേയൊക്കെ വാശി പിടിച്ചത് കൊണ്ടാണ് നല്ല നല്ല ആലോചനകൾ എനിക്ക് വന്നത്. അതിൽ ചില ആളുകളൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആൾക്കാരായിരുന്നു. പക്ഷേ പലപ്പോഴും അത് നടക്കാതെ പോയി. അവസാനം വന്ന ആലോചനയാണ് എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടത്. ശരിക്കും ഒരു ഹീറോ ലുക്ക് തന്നെ. എന്തായാലും എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തന്നെ കയറിക്കൂടിയ ഒരാളായിരുന്നു എൻ്റെ ഹസ്ബൻഡ്. അദ്ദേഹത്തിനും എന്നോട് അങ്ങനെ തന്നെ പെട്ടെന്ന് ഇഷ്ടമായി. പെട്ടെന്ന് ഞങ്ങളുടെ കല്യാണം നടന്നു. ഭർത്താവിൻ്റെ വീട്ടിൽ ഭർത്താവിൻ്റെ ബാപ്പയ്ക്ക് ബിസിനസ്സാണ്. ഉമ്മ അവിടുണ്ട്. പിന്നെ ഇളയ സഹോദരിയുമുണ്ട്. അവൾ മിക്കപ്പോഴും ഹോസ്റ്റലിലാണ്. ഇടയ്ക്ക് വീട്ടിൽ വരും. പൊതുവേ വലിയൊരു ബിസിനസ് ഫാമിലിയാണ് എൻ്റെ ഭർത്താവിൻ്റേത്. ഭർത്താവാണ് നാട്ടിലെ ബിസിനസ് എല്ലാം നോക്കി നടത്തുന്നത്. എന്തുകൊണ്ടോ എൻ്റെ ഭർത്താവിന് ഉമ്മയെ വിട്ട് ദൂരെ പോകാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഗൾഫിൽ പോകാത്തത്. അതിനു പകരം ബാപ്പയാണ് എല്ലാം നോക്കി നടത്തുന്നത്. മകൻ നാട്ടിൽ നിൽക്കുന്നതിൽ അദ്ദേഹത്തിന് മറ്റ് ബാപ്പമാരെ പോലെ പ്രശ്നമൊന്നുമില്ല. ഉമ്മയുടെ ചെല്ലക്കുട്ടിയായിട്ട് നിൽക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ല. പക്ഷെ ബാപ്പ ഇടയ്ക്കിടയ്ക്ക് വരും കേട്ടോ. 1.5 മാസം കൂടിയിരിക്കുമ്പോൾ, ചിലപ്പോൾ 1 മാസം കൂടിയിരിക്കുമ്പോഴൊക്കെ നാട്ടിലേക്ക് വരും. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുന്ന ഒരു ബിസിനസ് ടൈക്കൂണാണ് എൻ്റെ അമ്മായിപ്പൻ. അപ്പോൾ എനിക്ക് സന്തോഷം തന്നെ. എല്ലാം കൊണ്ടും ചേർന്ന ബന്ധമാണ്. പിന്നെ വീട്ടിൽ ജോലിക്കാരുണ്ട്. നമ്മളായിട്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കണ്ട, ഒന്നും വൃത്തിയാക്കണ്ട, എല്ലാത്തിനും ആൾക്കാരുണ്ട്. എൻ്റെ വിവാഹത്തോട് എനിക്ക് നല്ല ആവേശമുണ്ടായിരുന്നു. അതേപോലെ ഭർത്താവിനോട് അത്യധികമായ സ്നേഹമുണ്ട്. അദ്ദേഹത്തിനും അങ്ങനെ തന്നെയാണ്. ആദ്യം മുതലേ ഞങ്ങൾ തമ്മിൽ നല്ല ജെല്ലാണ്. ഒരു പ്രശ്നവുമില്ല. സാധാരണ ആദ്യ ദിവസമൊക്കെ പലരും കുറച്ച് സാവകാശം ചോദിക്കില്ലോ, അല്ലെങ്കിൽ സാവകാശം എടുക്കും. ഞങ്ങൾക്കിടയിൽ അതിനൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. കാര്യം ഓൾറെഡി ഞങ്ങൾ തമ്മിൽ പറഞ്ഞ് നല്ല സെറ്റപ്പാണ്. അതുകൊണ്ട് ചില പരിചിതരെ പോലെ ഞങ്ങൾക്ക് പെരുമാറാൻ കഴിഞ്ഞു. ഇക്കയുടെ ഇഷ്ടങ്ങളൊക്കെ നേരത്തെ എന്നോട് പറഞ്ഞിരുന്നു. ഞാനും എൻ്റെ ഇഷ്ടങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ആദ്യമായിട്ടാണെങ്കിലും കഴുത്തൊന്ന് വേദനിച്ചെങ്കിലും ആദ്യ ദിവസം തന്നെ എല്ലാ കാര്യങ്ങളിലും എൻ്റെ സഹകരണ മനോഭാവം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും അങ്ങനെ തന്നെ. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വളരെ മോഡേൺ ആയിട്ടുള്ള ഭാര്യ ഭർത്താക്കന്മാരാണ്. പുറത്ത് ഇത്തരം കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് അടിപൊളിയായിട്ടാണ് ഞങ്ങൾ ജീവിച്ചു പോരുന്നത്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഇടയ്ക്കിടെ കാണില്ല. എന്തെങ്കിലുമൊക്കെ ബിസിനസ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. 3 ദിവസത്തിൽ കൂടുതൽ മാറി നിൽക്കില്ല. വരുമ്പോൾ എനിക്ക് വില പിടിച്ച സമ്മാനങ്ങൾ കൊണ്ടുവരികയും ചെയ്യും. എവിടെ പോയാലും എന്നെ വിളിക്കുകയും ചെയ്യും. പിന്നെ അമ്മായിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഫുൾ സപ്പോർട്ടാണ്. പുള്ളിക്കാരി പറഞ്ഞത് 2 വർഷം കഴിഞ്ഞിട്ട് മതി കുട്ടികൾ, അതുവരെ അടിച്ചു പൊളിച്ച് ജീവിക്കണം. ഇവിടെ ആരും നിങ്ങളെ നിർബന്ധിക്കാൻ പോകുന്നില്ല. ജീവിതം ആഘോഷിക്കാനുള്ളതാണ് എന്നൊക്കെ പറയും. കാര്യം ഉമ്മ കല്യാണം കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ ഗർഭിണിയായി, കുട്ടികളുമുണ്ടായി. അത് അത്രയ്ക്ക് അങ്ങോട്ട് ഉമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് എപ്പോഴും പറയും. എനിക്ക് അനുകൂലമായ ഘടകങ്ങളായിരുന്നു വീട്ടിൽ എല്ലാം. സന്തോഷം, കളിയാടുന്ന വീട്. പക്ഷേ അവിടെ ചില കളിയാട്ടങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നുവെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. എൻ്റെ അമ്മായിച്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം വലിയൊരു ബിസിനസ് ടൈക്കൂണാണെന്ന് പറഞ്ഞല്ലോ. അതേപോലെ തന്നെ അതീവ സുന്ദരനാണ്. തീരെ ചെറുപ്പമാണെന്ന് നമുക്ക് തോന്നും. എൻ്റെ ഭർത്താവിൻ്റെ ഒരു ചേട്ടൻ, അത്രേ പറയുകയുള്ളൂ. അത്രയ്ക്ക് നല്ല രീതിയിൽ ഭയങ്കര വിലയുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കളും വില കൂടിയ ഊതുകളും ഒക്കെ ഉപയോഗിക്കുന്ന ആളാണ്. അതുമാത്രമല്ല ഒത്തിരി പണം ചിലവാക്കി ലേസർ ഉൾപ്പെടെയുള്ള അത്യാധുനിക ചികിത്സകളൊക്കെ ചെയ്യും സൗന്ദര്യം നന്നായിരിക്കാൻ. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സൂപ്പർ സ്റ്റാറുകളെ പോലെയാണ് പുള്ളിയുടെ സൗന്ദര്യ പരിപാലനം. അതൊക്കെ എവിടുത്തെ ഉമ്മയ്ക്കും വലിയ ഇഷ്ടമാണ്. അമ്മായിച്ചൻ ആണുങ്ങൾക്ക് ഒരു മാതൃക തന്നെയാണെന്ന് ഞാൻ എപ്പോഴും ഓർക്കും. എനിക്കും വില പിടിച്ച സമ്മാനങ്ങളൊക്കെ കൊണ്ടുതരും. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്നറിയാമോ? വെജിറ്റേറിയൻ ഭക്ഷണങ്ങളോട് അമിതമായ താല്പര്യമുണ്ട്. ഇവിടെയാണെങ്കിൽ
മറ്റാർക്കും, ഞാൻ ഉൾപ്പെടെ മറ്റാർക്കും അതിൽ വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വെജിറ്റേറിയൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ പ്രത്യേകമായിട്ട് വരും. ഒരു ചേച്ചിയാണ്, ഈ വീടിന് അടുത്തുള്ള ചേച്ചി. തൽക്കാലം അവരെ നമുക്ക് ഗീത ചേച്ചി എന്ന് വിളിക്കാം. ഗീത ചേച്ചി ശരിക്കും എൻ്റെ അമ്മായിപ്പൻ്റെ കൂടെ പഠിച്ചതാണ്. എന്ന് വെച്ചാൽ ഒരേ ക്ലാസ്സിലല്ല, കുറച്ചൊരു പ്രായം കുറവാണ്. ഒന്നിച്ചവർ പള്ളിക്കൂടത്തിലൊക്കെ ചെറുപ്പകാലത്ത് പോകുമായിരുന്നു. അത്രയ്ക്കും അടുത്ത ബന്ധമാണ്. ഒരു നാട്ടുകാരല്ലേ. അതുമാത്രവുമല്ല, പിന്നെ അമ്മായിപ്പൻ്റെ കൂടെ പഠിച്ച ആൾ സ്വന്തം സുഹൃത്ത് തന്നെയാണ് അവരെ വിവാഹം കഴിച്ചത്. പക്ഷേ അവരുടെ ജീവിതം അധികകാലം മധുരതരമായി പോയില്ല. കാര്യം 10 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഉപ്പയുടെ സുഹൃത്ത് മരിച്ചുപോയി. അങ്ങനെ ഗീത ചേച്ചി വിധവയായി. ഒരാൺകുട്ടിയാണുള്ളത്. ആ പയ്യൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ബാപ്പയുള്ളപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ അടുക്കള ഭരണമെല്ലാം അവർക്കാണ്. പിന്നെ അടുക്കളയുടെ 2 കിച്ചണുണ്ട്. ഒരു കിച്ചൺ മുഴുവനും അവർ കൈയടക്കും. അവിടേക്ക് നോൺ വെജ് കൊണ്ട് ചെല്ലാനേ പാടില്ല. അവരാണ് വെജെല്ലാം ഉണ്ടാക്കി ബാപ്പയ്ക്ക് കൊടുക്കുന്നത്. ഉമ്മ അതിൽ ഒരിക്കലും ഇടപെടില്ല. അപ്പോൾ ബാപ്പ നല്ല രീതിയിൽ ബിസിനസ്സൊക്കെ ആയതിനു ശേഷം അവർ വേറെ ജോലിക്കൊന്നും പോകാറില്ല. ബാപ്പ വരുമ്പോൾ ബാപ്പയ്ക്ക് വേണ്ടി ഇവിടെ വന്ന് വെജിറ്റേറിയൻ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അല്ലാത്ത സമയത്ത് അവർക്ക് സാലറി പോലെ ബാപ്പ ആവശ്യത്തിന് പൈസ കൊടുക്കും. ചുരുക്കം പറഞ്ഞാൽ ബാപ്പയാണ് അവരുടെ ജീവിതമെല്ലാം കൊണ്ടുപോകുന്നത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരുടെ ഭരണമാകും ഇവിടെ എല്ലാം. കാര്യം ബാപ്പ വേണമെങ്കിലും അവർ ഭരിക്കും. ഇതൊന്നും കണ്ടു കഴിഞ്ഞാൽ ഉമ്മ അനങ്ങാറയില്ല, ആ ഭാഗത്തേക്ക് പോകാറുമില്ല. എനിക്കിതൊക്കെ കാണുമ്പോൾ വല്ലാത്ത അത്ഭുതമായിരുന്നു. ആ സ്ത്രീ വരുന്നു, ബാപ്പയെ ഭയങ്കരമായി സ്നേഹിക്കുന്ന പോലെ സംസാരിക്കുന്നു, ഓരോന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു, അടുത്തിരുന്ന് വിളമ്പിക്കൊടുക്കുന്നു. ഇതിനൊന്നും ഭാര്യയ്ക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ലേ? അസൂയ തോന്നില്ലേ? എന്താ അതിന് ഗുഡൻസ്? എനിക്കാണെങ്കിൽ അവരുടെ അതിര് കടന്നുള്ള സൗഹൃദവും അങ്ങനെയുള്ള ഒന്നും ഇഷ്ടപ്പെട്ടില്ല. കാര്യം എന്തൊക്കെ പറഞ്ഞാലും അവർ ജോലിക്കാരിയല്ലേ. മറ്റിവിടെ ഒത്തിരി ജോലിക്കാരുണ്ട്. അവർക്കൊക്കെ ബാപ്പയെ എന്ത് ബഹുമാനമാണ്. ഇവർ ശരിക്കും സ്വന്തം ഭാര്യയെ പോലെയാണ് ഇവിടെ പെരുമാറുന്നത്. ചില സമയത്ത് ബാപ്പയെ നിയന്ത്രിക്കാൻ വരെ ചെല്ലും. ഇതിലൊന്നും ആർക്കൊരു കുഴപ്പമില്ല. എൻ്റെ ഭർത്താവിന് പോലും എനിക്ക് ചോദിക്കണം എന്നുണ്ടായിരുന്നു. അങ്ങ് മുട്ടി വന്നു നിന്നപ്പോൾ ഒരു ദിവസം ഞാൻ എൻ്റെ ഭർത്താവിനോട് ചോദിച്ചു, അല്ലിക്ക, ഈ ഗീത ചേച്ചിക്ക് എന്താ ഇവിടെ ഇത്രയും പ്രാധാന്യം? വന്നു കഴിഞ്ഞാൽ ബാപ്പയുടെ തൊഴിലാണല്ലോ 24 മണിക്കൂറും. ബാപ്പ അവരെ അനുസരിക്കുകയാണല്ലോ. ഇവിടെ അവരുടെ ഭരണമാണല്ലോ. നിന്നോട് അവരെന്തെങ്കിലും പറഞ്ഞോ? എന്നോട് അവർ ഒന്നും പറഞ്ഞില്ല. നീ അവരുണ്ടാക്കിയത് വല്ലതും കഴിച്ചോ? ഏയ്, ഞാൻ കഴിച്ചില്ല. എന്നാ ഒന്ന് കഴിച്ചു നോക്ക്, നല്ല സൂപ്പറായിട്ടുണ്ടാക്കും. നിനക്ക് വെജിറ്റേറിയൻ അത്ര ഇഷ്ടമല്ല, എന്നാലും അവർ നന്നായി ഉണ്ടാക്കും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്നാലും അവർക്കെന്താണ് ഇവിടെ അമിത സ്വാതന്ത്ര്യം? അത് പാപ്പയുടെ കൂടെ പഠിച്ചതല്ലേ? എന്നൊക്കെ പറഞ്ഞാലും അവർ വന്നിരുന്ന് ഒരുമാതിരി രണ്ടാമതൊരു ഭാര്യ ഉള്ളതുപോലെ വിളമ്പിക്കൊടുക്കുകയും ആവശ്യമില്ലാത്ത സ്വാതന്ത്ര്യവും പറച്ചിലും അധികാരവും ഒക്കെ കാണിക്കുന്നു. എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? ഞാനെങ്ങും കണ്ടിട്ടില്ല. ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഇതൊന്നും നടക്കില്ല. അതുമാത്രമല്ല, ഇതൊന്നും കണ്ടിട്ട് ഉമ്മയ്ക്കൊരു കൂസലുമില്ല. പിന്നെ നിങ്ങളെങ്ങനെ വരുന്നെങ്കിൽ ഞാനിപ്പോഴല്ലേ ഡൈവേഴ്സ് ചെയ്ത് എൻ്റെ വീട്ടിൽ പോയനെ. ഉടനെ ഹസ്ബൻഡ് എൻ്റെ വായ് പൊത്തി, ഞാൻ നിന്നോട് ഒരു കാര്യം പറയാം. ഈ കാര്യത്തിൽ മാത്രം നീ ഒരെടുത്തുചാട്ടവും കാണിക്കരുത്. കാര്യം ഇവിടുത്തെ സമ്പത്തെല്ലാം ബാപ്പയുടെ പേരിലാണ്. നമ്മുടെ ബിസിനസ്സും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ധാരാളിച്ച് നടക്കണമെങ്കിൽ ബാപ്പയുടെ ചില ഇഷ്ടങ്ങളെ നമ്മൾ കണ്ടില്ല എന്നടിക്കണം. അപ്പോൾ അവർ തമ്മിൽ അതൊക്കെ പണ്ടേ ഉള്ളതാ. എനിക്ക് തോന്നുന്നു ബാപ്പയെ വരും തമ്മിൽ പണ്ടേ പ്രേമത്തിലാണ്. പക്ഷേ ഇവിടുത്തെ തറവാട്ടിത്തം വെച്ച് വിവാഹം നടത്താൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് സ്വന്തം കൂട്ടുകാരനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. പിന്നെ ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരമാണ് അങ്ങേര് മരിച്ചത്. അത് കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ വെജിറ്റേറിയൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ് അപ്പോയിൻമെൻറ്റ് ചെയ്ത് അവരെ ഇവിടെ കൊണ്ടുവരുന്നു. അപ്പോൾ അവരുടെ പ്രണയചേഷ്ടകൾ നീയും ഞാനും കാണേണ്ടി വരുന്നു. അപ്പോൾ ഉമ്മ ഇതൊക്കെ ഇങ്ങനെ സഹിക്കുന്നു. ഉമ്മയ്ക്കത് പ്രശ്നമില്ല. കാര്യം വിവാഹത്തിന് മുമ്പ് തന്നെ ബാപ്പ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രശ്നമില്ല. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഉമ്മ കല്യാണം കഴിച്ചത്. അത് അവർക്കിടയിൽ ഒരു രഹസ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്കിതൊക്കെ എങ്ങനെ അറിയാം? കാലാകാലങ്ങളായിട്ട് ഞാൻ ഈ വീട്ടിൽ താമസിക്കുകയല്ലേ. ഞാനിതൊക്കെ ഒന്ന് കണ്ട് അസ്യൂം ചെയ്തെടുത്താണ്. ഇതിനകത്ത് വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്ന് എനിക്കറിയില്ല. പിന്നെ നാട്ടുകാരും വീട്ടുകാരും എല്ലാം അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ബാപ്പയെ എതിർക്കാൻ പറ്റില്ല. കാര്യം എല്ലാവർക്കും ബാപ്പയെ ആവശ്യമാണ്. അതുകൊണ്ട് നീ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഇത്
പാപ്പയുടെ സ്വകാര്യമായൊരു പ്രശ്നമാണല്ലോ. അതുകൊണ്ട് ഇത്രയും ദേഷ്യം നീ കൊള്ളേണ്ട കാര്യമില്ല. എൻ്റെ കാര്യമാണെങ്കിൽ നീ വിഷമിച്ചോളൂ, അല്ലെങ്കിൽ എന്നോട് വഴക്കിട്ടോളൂ. ഞാനിപ്പോൾ തിരുത്താനുള്ളത് തിരുത്തിക്കോളാം. പിന്നെ എനിക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊന്നുമില്ല. നീ അല്ലേടെ എൻ്റെ ഹോറി എന്ന് പറഞ്ഞ് പുള്ളി എന്നെ കെട്ടിപ്പിടിച്ചു. എനിക്ക് മനസ്സിലായി ഇതിൽ ഞാൻ ഇടപെടേണ്ട കാര്യമില്ല. എന്നാലും വേറൊരു കാര്യമുണ്ടേ, എൻ്റെ വീട്ടിലൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങളുടെ വീട്ടിലുള്ളവർക്കും അഭിമാനബോധം ഇളകി പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അത് ഞാൻ ഭർത്താവിനോട് സൂചിപ്പിച്ചപ്പോൾ നീ ഇതൊന്നും പറയാൻ പോകേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ അവർ അറിയിക്കുകയാണെങ്കിൽ ബാപ്പ അത് മാനം ചെയ്തോളും. ഞാനല്ലല്ലോ. അതുകൊണ്ട് പാപ്പയുടെ കാര്യം നീ ശ്രദ്ധിക്കരുതേ, അതിൽ നിന്ന് മാറി നിൽക്കൂ. നമുക്ക് നല്ല രീതിയിൽ പൈസ ചിലവാക്കി ഇങ്ങനെ ജീവിച്ചു പോകാൻ ബാപ്പയുടെ ഈ ആറ്റിറ്റ്യൂഡാണ് നല്ലത്. നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞു. ആലോചിച്ച് നോക്കി കഴിഞ്ഞപ്പോഴേക്കും സൈലൻ്റായിരുന്നു കഴിഞ്ഞാൽ 100 ഗുണങ്ങളാണ്. അതുകൊണ്ട് ഞാനൊന്നും മിണ്ടിയില്ല. പിന്നെ എൻ്റെ ഭർത്താവ് കൂട്ടിച്ചേർത്തു, നീ അവരെയും എൻ്റെ ഉമ്മയും ഒന്ന് തട്ടിച്ച് നോക്കൂ. ഞാൻ പറഞ്ഞു നോക്കി. എന്ത് തോന്നുന്നു? ഓ, അവരുടെ അപൂർവ സുന്ദരിയാണ്, നല്ല ആഠ്യത്വമുള്ള ഒരാൾ. അവരെ വേലക്കാരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. എങ്കിൽ വേറൊരു കാര്യം കൂടെ പറ, നീയാണോ അവരാണോ സുന്ദരി? ഞാൻ പറഞ്ഞു, ചെറുപ്പമായതുകൊണ്ട് ഞാൻ സുന്ദരി എന്ന് പറയാം. പക്ഷേ പഴയ കാലത്ത് അവർ തന്നെയായിരിക്കും സുന്ദരി. എന്നേക്കാൾ 100 മടങ്ങ് സൗന്ദര്യം അവർക്കുണ്ടെന്ന് തോന്നുന്നു പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, അതാണ് കാര്യം, നീ തന്നെ നല്ലൊരു സുന്ദരി. അപ്പോൾ ചെറുപ്പകാലത്ത് അവർ എത്ര സുന്ദരിയായിരിക്കും. എൻ്റെ ബാപ്പ കണ്ട് മോഹിച്ചതിന് തെറ്റ് പറയാൻ പറ്റുമോ? പുള്ളി ഒരു സെറ്റപ്പൊക്കെ ഉണ്ടാക്കി കൊടുത്തതിന് തെറ്റ് പറയാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. പിന്നെ പണം, അതിനു മീതെ പരന്നും പറക്കില്ല. എൻ്റെ ഉമ്മയൊക്കെ അതൊക്കെ അറിഞ്ഞ് കല്യാണം കഴിച്ചുകൊണ്ട് പിന്നെ നമ്മളെന്തിനാണ് വിഷമിക്കുന്നത്? നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകരുതോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അഡ്ജസ്റ്റ് ചെയ്യാം. എന്നാലും എൻ്റെ വീട്ടിൽ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ സദാചാരം പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയേക്കും. അപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞു, അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. അറിയുമ്പോഴല്ലേ എന്തെല്ലാം കാര്യങ്ങൾ കള്ളത്തരം പറയുന്നു. അതിനെ കൂടുതൽ നാക്കുകൊണ്ട് നമുക്കിതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റൂടി എൻ്റെ പൊന്നു കുഞ്ഞെ എന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ചു. അപ്പോൾ എനിക്ക് സമാധാനമായി. ഇത്രയും ലക്ഷറി ലൈഫ് പാപ്പയുടെ വരദാനമാണല്ലോ. അപ്പോൾ പുള്ളിയുടെ ആ ഒരു ആധിപത്യത്തെ നമുക്ക് ചോദ്യം ചെയ്യാനൊന്നും പറ്റില്ല. എങ്കിലും നിഗൂഢമായ ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് എനിക്ക് ചിലപ്പോൾ ചിരി വന്നു, ചിലപ്പോൾ കൗതുകം തോന്നി. പക്ഷേ ഉമ്മയോട് ഞാൻ ചോദിച്ചതില്ല. അവരുടെ മനസ്സ് വേദനിക്കുമല്ലോ. ഏത് സ്ത്രീയായിരിക്കും ഇതൊക്കെ സഹിക്കുക? എന്തായാലും ഉമ്മ അവർ വന്നു കഴിയുമ്പോഴേക്കും രംഗം കാലിയാക്കും, ഉമ്മയുടെ മുറിലേക്ക് പോകും. അത്രയേ ഉള്ളൂ. പിന്നെ ഈ ബാപ്പയും ഇവരും തമ്മിൽ എവിടെ വെച്ചാണ് കാണുന്നത്? അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇവരുടെ ഗുഡൻസ് എന്താണ്? എനിക്കാണെങ്കിൽ കൗതുകം അടക്കാൻ പറ്റില്ലല്ലോ. പൊതുവെ ഗീത ചേച്ചി വന്നു കഴിഞ്ഞാൽ ഫാമിലി മെമ്പേഴ്സ് ആരും അവരെ അധികം മൈൻഡ് ചെയ്യാറില്ല. അവരും മൈൻഡ് ചെയ്യാറില്ല. ചിരിക്കും, അല്ലെങ്കിൽ ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയും. അത്രയേ ഉള്ളൂ. എൻ്റെ ഹസ്ബൻഡിന് അവരുടെ ഭക്ഷണം വളരെ ഇഷ്ടമാണ്. ഞാൻ അവരോട് അടുക്കണോ വേണ്ടതൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്നാലും കഥകളൊക്കെ അറിയാൻ, പ്രത്യേകിച്ച് നല്ല ശിമ്പിളക്കുട്ടനായ എൻ്റെ അമ്മായിപ്പൻ്റെ വീരസാഹസിക കഥകൾ എന്തൊക്കെയാണെന്ന് അറിയണമല്ലോ എന്നറിയാൻ വേണ്ടി എനിക്ക് വല്ലാത്ത ആകാംക്ഷ തോന്നി. അടക്കാനാവാത്തത് കൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവർ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോൾ അടുത്ത് നിന്നിട്ട്, ചേച്ചി എനിക്ക് വെജിറ്റേറിയൻ ഉണ്ടാക്കാൻ അറിയില്ലെന്നൊക്കെ പറയും. അതിനെന്താ മോളെ ഞാൻ പഠിപ്പിക്കാമല്ലോ എന്നൊക്കെ പറയും. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് കൂട്ടായി. അതിനിടയ്ക്ക് ഞാൻ ഓരോന്നായി ചോദ്യങ്ങൾ എടുത്തിട്ടു. ചേച്ചി തെറ്റിദ്ധരിക്കരുത്, ഇവിടെ വന്ന ഒരു റിലേറ്റീവ് എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു. അതായത് എൻ്റെ ഭർത്താവ് പറഞ്ഞ കഥകളൊക്കെ ഞാൻ ഒരു റിലേറ്റീവ് വന്നപ്പോൾ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അതൊക്കെ കറക്റ്റാണ്. അന്നത്തെ കാലത്ത് ഒത്തിരി പ്രതിബന്ധങ്ങളുണ്ടായിരുന്നു. പിന്നെ പുള്ളിക്കാരൻ പറഞ്ഞത് ഞാനങ്ങ് കേട്ടു, അനുസരിച്ചു. എന്ന് വെച്ചിട്ട് എനിക്ക് മറക്കാൻ പറ്റുമോ? എൻ്റെ സുൽത്താനല്ലേ നിൻ്റെ അമ്മായിപ്പൻ എന്നുള്ള മട്ടിലാണ് അവർ സംസാരിച്ചത്. അവരുടെ പ്രണയ കഥകളും പ്രണയ ചേഷ്ടകളുമൊക്കെ ഞാൻ പതുക്കെ ചോദിക്കാൻ തുടങ്ങി. ഇൻട്രസ്റ്റ് ഏറെ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണെങ്കിലും പറയുമല്ലോ. അങ്ങനെയായി കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു കാര്യം മനസ്സിലായി. കാര്യം എൻ്റെ അമ്മായിപ്പന് പണ്ട് മുതലേ കാര്യങ്ങളൊക്കെ വലിയ ഉഷാറാണെന്നും ഇപ്പോഴവധിക്ക് വരുമ്പോഴേക്കും ഗീത ചേച്ചിയുടെ വീട്ടിലങ്ങ് ചെല്ലും വൈകുന്നേരം. അവിടെ 3-4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പം ചേച്ചിയുടെ വീടാണ് സംഗമഭൂമി എന്നെനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു, ചേച്ചിയുടെ ഭർത്താവ് എങ്ങനെയുണ്ടായിരുന്നു? ഓ, അതൊക്കെ ഇക്ക അറിഞ്ഞുകൊണ്ടുള്ള ബന്ധമായിരുന്നില്ലേ? അപ്പോൾ ചേച്ചിയുടെ മരിച്ചുപോയ ഭർത്താവിനോട് ചേച്ചിക്ക് അടുപ്പമില്ലേ? സ്വന്തം കുട്ടിയുടെ അച്ഛനോട് അത്ര അറ്റാച്ച്മെൻ്റ് ഇല്ലേ? അപ്പോൾ എന്നോട് പറഞ്ഞു,
ഞങ്ങളെല്ലാവരും കൂടി ഏകദേശം ഒരു സ്കൂളിൽ ഒരേ കാലയളവിൽ പഠിച്ചവരല്ലേ, അതുകൊണ്ട് അറ്റാച്ച്ഡാണ്. എന്ന് വെച്ചിട്ട് എനിക്ക് അദ്ദേഹത്തോട് പ്രത്യേകിച്ച് അങ്ങനെ വലിയ പ്രേമമൊന്നുമില്ല. ഞങ്ങളുടെ കല്യാണം ഇക്ക പറഞ്ഞതുപോലെ നടത്തി. അതിൻ്റെ ഗുണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായി. പിന്നെ എന്നോട് അങ്ങനെ എൻ്റെ ഭർത്താവിന് വലിയ അറ്റാച്ച്മെൻ്റ് ഒന്നുമില്ല. മിക്കവാറും സമയത്ത് എന്നെ ഡിറ്റാച്ച് ചെയ്തങ്ങ് വിടും. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഒന്നും ഉണ്ടായിട്ടില്ലേ? അതിപ്പോൾ പറയാൻ പറ്റില്ല, ഭാര്യ ഭർത്താവായിട്ട് ജീവിക്കല്ലേ, അത്യാവശ്യമൊക്കെ ഉണ്ട്. എന്ന് വെച്ചാലും അങ്ങനെ വലിയ അറ്റാച്ച്മെൻ്റ് ഇല്ല. കാര്യം ഞാനൊക്കെയും തമ്മിലാണല്ലോ പ്രേമം. അപ്പോൾ കുട്ടി എന്തായാലും മോളിത് ചോദിക്കുന്നത് എനിക്കറിയാം. അവനെ മോള് കണ്ടിട്ടില്ലേ? ഇവിടുത്തെ ഇക്കയുടെ തനിപ്പിറപ്പല്ലേ? ഇല്ല ചേച്ചി, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ചേച്ചി മൊബൈലിൽ കാണിച്ചു. ചേച്ചിയുടെ കയ്യിലിരിക്കുന്നത് 1,00,000 രൂപയുള്ള മൊബൈൽ കൊള്ളാം. അല്ല ചേച്ചി, ചേച്ചി എന്തിനാ ഇവിടെ വന്ന് വെജിറ്റേറിയൻ ഫുഡ് ഉണ്ടാക്കുന്നത്? അങ്ങോട്ട് പാപ്പ വരുമെങ്കിൽ അവിടെ അങ്ങ് ഉണ്ടാക്കിയാൽ പോരെ? അത് പറ്റില്ല, പുള്ളിക്ക് നിർബന്ധമാണ് ഞാനും ഈ വീട്ടിൽ വന്ന് അധികാരം സ്ഥാപിക്കണമെന്ന്. പണ്ടേ അങ്ങനെയാണ്. പക്ഷെ ഇങ്ങനെ ഭക്ഷണം വെച്ച് കൊടുക്കാൻ വന്നു കഴിഞ്ഞാൽ ചേച്ചി ജോലിക്കാരിയായി കണക്കാക്കില്ലേ? അതൊക്കെ ഇപ്പോൾ എന്ത് ഗോസിപ്പ് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും പറയാമല്ലോ. എൻ്റെ ബെനിഫിറ്റ് ഇപ്പോൾ അവർക്കറിയില്ലല്ലോ. പിന്നെ മോളെ, ഒരു കാര്യം ഞാൻ പറയാം. ആത്മാർത്ഥമായ പ്രേമമാണ്, അതുകൊണ്ട് ഞാനങ്ങ് വരുന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഞങ്ങൾ തമ്മിൽ ഒരു സ്പെഷ്യൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ചേർന്ന ജോഡികളാണ് ഞങ്ങൾ. എന്ന് വെച്ചിട്ട് അദ്ദേഹം എന്നെ മാത്രം നോക്കിയിരിക്കുകയല്ല. പല സ്ഥലങ്ങളിലും അദ്ദേഹത്തിന് പല ആളുകളെ സംരക്ഷിക്കാനുണ്ട്. എൻ്റെ അമ്മായപ്പൻ, മോളുടെ അമ്മായപ്പന് അങ്ങനെ പല ബന്ധങ്ങളുമുണ്ട്. പലരെയും അയാൾ സഹായിക്കുന്നുമുണ്ട്, സംരക്ഷിക്കുന്നുമുണ്ട്. ഞാനോ നിൻ്റെ ഉമ്മയോ ഒന്നുമല്ല ഇവിടെ ആളുകൾ. അതിനേക്കാൾ വലിയ ഹൂറുകളുണ്ട്. നിൻ്റെ അത്രയും പ്രായമുള്ള ചില പെൺകുട്ടികളെ പോലും അങ്ങേരെ സംരക്ഷിക്കുന്നുണ്ട്. അറിയാമോ, പുള്ളിയൊരു കൊച്ചു നാട്ടുരാജാവാ മോളെ എന്ന് പറഞ്ഞു. അപ്പം ചേച്ചിക്ക് പ്രശ്നമൊന്നുമില്ലേ? എന്ത് പ്രശ്നമിടി? നിനക്ക് ഇതിനെ ഗുഡൻസ് അറിയാത്തത് കൊണ്ടാണ്. എന്താ ചേച്ചി, നല്ല പണമുണ്ട്, പണത്തിന് മീതെ പരുന്ത് പറക്കില്ല, അതുകൊണ്ടല്ലേ എന്ന് അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു. മോളെ, അതൊന്നുമല്ല കാര്യം. പുള്ളിയുടെ കയ്യിലിരിപ്പ് തന്നെ. എന്താ ചേച്ചി, എന്താ പ്രത്യേകത? അത് മോളോട് ഞാൻ എങ്ങനെ പറയുക? മോളിപ്പോൾ കല്യാണം കഴിച്ച് ഭർത്താവുമായിട്ട് പൊരുത്തപ്പെട്ട് വരുന്നല്ലേ ഉള്ളൂ. ഇക്കയൊക്കെ എനിക്ക് പണ്ട് തൊട്ട് ഇഷ്ടമാണ്, സൗന്ദര്യം കൊണ്ട്. ഞങ്ങളുടെ ഒരു സൗന്ദര്യ ദേവനായിരുന്നു ഇക്ക. പിന്നെ അത് മാത്രമല്ല മോളെ, ചെറുപ്പം മുതലെയുള്ള അദ്ദേഹത്തിൻ്റെ അടുപ്പം, അടുപ്പത്തിൽ നിന്ന് കിട്ടിയ മറ്റു പലതും അത് ഒരിക്കലും നിർത്താൻ പല സ്ത്രീകൾക്കുമാകില്ല. അദ്ദേഹത്തെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്നും കാണാൻ നമ്മൾക്ക് ആഗ്രഹം തോന്നും. ആ ആഗ്രഹത്തിൽ നിന്ന് മാറാൻ പറ്റില്ല. സൗന്ദര്യം, അതേപോലെ ആണത്തം. പിന്നെ മോളെ, ഞാൻ പറയണ്ടല്ലോ, ലോകത്തെവിടെയും കാണാത്ത സവിശേഷതകളും നമ്മൾ കാണും. ചിലപ്പോൾ ഒരു കന്നി പെണ്ണിന് ആദ്യം ഇതൊക്കെ കാണുമ്പോൾ ഒരു പേടി തോന്നും, ദൈവമേ ഇതൊക്കെ എന്നാൽ ഹാൻഡിൽ ചെയ്യുമോന്ന്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, യഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക് വേണ്ടത് വലിയ സ്വപ്നങ്ങളാണ്. ആ വലിയ സ്വപ്നങ്ങൾ ചിലപ്പോൾ തകർന്നു പോകുമ്പോഴാണ് സ്ത്രീകൾ വേറെ വഴി തേടി പോകുന്നത്. നിൻ്റെ അമ്മായിപ്പൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്. കാര്യം, ഒരിക്കലും രണ്ടാമതൊന്നും തേടിപ്പോകാൻ ആരും ആഗ്രഹിക്കില്ല. കാരണം അത്രയ്ക്കും മികച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹം. പിന്നെ ആദ്യമൊക്കെ എല്ലാം നമുക്ക് ഓക്കെ ആണെന്ന് തോന്നും. ഒരു കുട്ടിയൊക്കെ ഉണ്ടായി കഴിയുമ്പോഴേക്കുമില്ലേ നമുക്ക് ചിലപ്പോൾ എല്ലാം നമ്മുടെ സ്വപ്നത്തിലും താഴെയാണെന്ന് തോന്നാം. പക്ഷെ ഇക്കടെ കാര്യത്തിലാണെങ്കിൽ എൻ്റെ പൊന്നുമോളെ, മുൻപും പിൻപും എല്ലാം ഒരുപോലെ ആയിരിക്കും. മോൾക്കത് എങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്കറിയില്ല. കാര്യം, മോളുടെ ഭർത്താവിന് ആ ഗുണഗണങ്ങളൊന്നും കിട്ടിയിട്ടേ ഇല്ല. അത് ചേച്ചിക്ക് എങ്ങനെ അറിയാം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ നോക്കിയാൽ അറിയില്ലേ മോളെ. ഒരു സ്ത്രീ അവൾ പല കടമ്പകളും വന്ന് കടന്നെങ്കിൽ ഒറ്റയടിക്ക് തന്നെ ആണിനെ അളക്കും. ഇനിയിപ്പം അത് എത്ര വയസ്സാണെങ്കിലും അവളുടെ കണ്ണുകൾ അത് അളന്ന് കണ്ടുപിടിക്കും. അതുകൊണ്ട് മോളുടെ ഭർത്താവിന് ഇക്കയുടെ വലിയ സൗന്ദര്യമല്ലാതെ മറ്റ് ഒരു ഫീച്ചറും കിട്ടിയിട്ടില്ലെന്നാണ് എൻ്റെ ഒരു വെയ്പ്പ്. എങ്കിലും മോൾക്ക് ആണല്ലോ, അത് മതി. ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കാതിരിക്കായിരുന്നു. മോൾ എന്നോട് മിണ്ടാത്തതുകൊണ്ട് ഞാൻ ചോദിക്കാതിരുന്നാണെന്ന് പറഞ്ഞു. ഇവർക്ക് വലിയ ബ്രേക്കൊന്നുമില്ല, ആരെയും അവർ കൂസലുമില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല ചേച്ചി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, പാപ്പ ഇപ്പോൾ എന്നെപ്പോലെയുള്ള സ്ത്രീകളുമായിട്ടൊക്കെ ഭയങ്കര കൂട്ടാണെന്നല്ലേ പറഞ്ഞത്? ചിലപ്പോൾ പാപ്പ എൻ്റെ അടുത്തേക്ക് എങ്ങാനും തിരിയുമോ എനിക്കിത് കേട്ടിട്ട് പേടിയാകുന്നതെന്നും. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവർ പൊട്ടിച്ചിരിച്ചു. എടി കള്ളി, നിൻ്റെ അടുത്തേക്ക് തിരിയുമോ നിനക്ക് പേടിയാണെന്ന് കേട്ടാൽ തോന്നും നീ അങ്ങ് പേടിച്ച് പറയുകയാണെന്ന്. കഥ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നിനക്ക് അങ്ങ് ഹാലിളകിയെന്ന് കണ്ടപ്പോഴെനിക്ക് മനസ്സിലായി. അങ്ങനെ പാപ്പ തിരിഞ്ഞെങ്കിൽ നിൻ്റെ ഭാഗ്യം നീ വിചാരിച്ചാൽ മതി.
കണ്ണുമടച്ച് മോളെ പൂച്ച പാല് കുടിക്കില്ലേ എന്ന് പറഞ്ഞ പോലെ മോള് അവിടെയും ഇവിടെയും ഒരു പ്രശ്നം ഉണ്ടാക്കാതെ അങ്ങ് പോണം. നിന്റെ ഭാഗ്യമെന്ന് നീ എന്നോട് തന്നെ വന്ന് പറയുന്ന ഒരു ദിവസം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പം ചേച്ചിക്ക് കുഴപ്പമില്ലേ? എനിക്കെന്ത് കുഴപ്പം? പുള്ളിയെ നിയന്ത്രിക്കാൻ നമ്മളാര്? നമ്മൾ നിയന്ത്രിക്കേണ്ട കാര്യമില്ല. നമുക്ക് കിട്ടാനുള്ളത് വാങ്ങിക്കുക, നമ്മളുടെ ഗുണഫലങ്ങൾ അനുഭവിക്കുക, അതല്ലാതെ മറ്റു കാര്യങ്ങൾ ആലോചിക്കരുത്. എങ്കിൽ ഇവിടെ ഏറ്റവും നന്നായി ജീവിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. എനിക്ക് എൻ്റെ ഭർത്താവ് പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വന്നു. പുള്ളിക്കും എല്ലാം ഓക്കെയാണ്. ബാപ്പ എന്ത് പറഞ്ഞാലും ഓക്കെ. മൈൻഡ് സെറ്റപ്പ് എല്ലാവരുടെയും വേറെ രീതിയിലാണെന്ന് എനിക്ക് മനസ്സിലായി. പണമാണല്ലോ എല്ലാം. പിന്നെ ഇതിനിടയ്ക്ക് ഒരു ദിവസം ഗീത ചേച്ചി എന്നോട് പറഞ്ഞു, ആ ഞാനെന്ന് പറഞ്ഞ കഥ കേട്ട് മോള് സ്വപ്നം കണ്ടിരിക്കണ്ട, ഒന്ന് പോ ചേച്ചി. ഞാൻ ചോദിച്ചപ്പോൾ ചേച്ചി കഥ പറഞ്ഞത് ഞാൻ കേട്ടതേ ഉള്ളൂ. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, ഒരു കാര്യമുണ്ട് കേട്ടോ, എന്തായാലും അദ്ദേഹം നിന്റെ പുറകെ വരും തോന്നില്ല. പുള്ളി മാന്യനാണ്. പക്ഷേ നീ ഒരു സൂചന കൊടുത്താൽ നല്ല ഗുണം നിനക്കുണ്ടാകും. വേണമെങ്കിൽ മതി, ഒന്ന് പോ ചേച്ചി, എന്നെ വഴിതെറ്റിക്കാതെ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അഥവാ നീ സൂചന കൊടുത്ത് എന്തെങ്കിലും നടന്നാൽ എന്നോട് പറഞ്ഞില്ലെങ്കിൽ പോലും ഞാൻ പരിഭവിക്കില്ല. പക്ഷേ ഇതൊക്കെ കേട്ടപ്പോൾ നിന്റെ കണ്ണിൽ ഒരു തിളക്കം ഞാൻ കണ്ടു. മോളെ, ഞാൻ വാഗ്ദാനം ചെയ്യുകയാണ്, നീയും കണ്ടു കഴിഞ്ഞാൽ നിന്റെ തിളക്കം ഇനിയും വർദ്ധിക്കും. നിന്റെ സുന്ദരനായ ഭർത്താവിൻ്റെ മുഖം സൗന്ദര്യമുള്ളതായിരിക്കാം. പക്ഷേ നീ ഒരു ദിവസം വേറെ പല കാര്യങ്ങളും ആഗ്രഹിക്കുമ്പോൾ ചേച്ചി പറഞ്ഞ കഥ കേട്ട് അയ്യോ ഞാൻ ഒരു സിഗ്നൽ കൊടുത്തില്ലല്ലോ എന്നോർത്ത് ദുഃഖിക്കും. അത് നിനക്കുണ്ടാവരുതെന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്കിരിക്കെ പുറത്തിയില്ല. പിന്നെ പാപ്പ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പാപ്പയോട് അമിതമായി സംസാരിക്കാനും കൊഞ്ചാനും കുഴയാനും ഒക്കെ തുടങ്ങി. കളിപ്പാട്ടം കിട്ടണമെന്നുള്ള വാശിയുള്ള കുഞ്ഞിനെ പോലെയായിരുന്നു എൻ്റെ മനസ്സ്. പുള്ളി ഒരു ദിവസം ഡയറക്റ്റായിട്ട് ചോദിച്ച് എന്നെ വാൺ ചെയ്തു. പക്ഷേ എനിക്കപ്പുറത്തെ ഉണ്ടായിരുന്നില്ല. പിന്നെ അദ്ദേഹം പോസിറ്റീവായി പ്രതികരിക്കാൻ തുടങ്ങി. ഞാനാണെങ്കിൽ എന്ത് പറയണമെന്നറിയാതെ നിന്നു. എങ്കിലും ഞാനും പ്രതികരണം തുടങ്ങി. ഒരു ദിവസം എന്നോട് ചോദിച്ചു, ഇതൊക്കെ മാനേജ് ചെയ്യാൻ നിനക്ക് പറ്റുമോ എന്ന്. ഞാൻ പറഞ്ഞു, പാപ്പ എൻ്റെ കൂടെ നിന്ന് തന്നാൽ മതി. എനിക്ക് കേട്ട് കഥാപുരുഷനെ കാണാൻ വല്ലാത്ത താല്പര്യമെന്ന് ഞാൻ പറഞ്ഞു. എങ്കിൽ മോളെ, നിൻ്റെ കൂടെ ഞാനുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം പിന്നെ സർവ്വവ്യാപിയാണല്ലോ. 2 മാസത്തിന് മുമ്പ് മാഡം, ഭർത്താവ് ബിസിനസ് ട്രിപ്പിന് പോയപ്പോൾ പാപ്പ ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് രാത്രി എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു, ഇന്ന് ഓക്കെ ആണോ എന്ന്. ഞാൻ പറഞ്ഞു, പാപ്പ ഇത് വീടല്ലേ, പേടിയില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ പേടിക്കൊന്നും വേണ്ട, എല്ലാം എൻ്റെ കസ്റ്റഡിയിലാണെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഒന്നും പറയാൻ പോയില്ല. പാപ്പ വന്നപ്പോൾ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഒന്നും സംസാരിക്കണ്ടെന്ന് പറഞ്ഞു. കാര്യം സംസാരം കൊണ്ട് അവിടെ ഒരു ഗുണവുമില്ല. പക്ഷേ പ്രവൃത്തി മണ്ഡലം വിശാലമായപ്പോൾ എനിക്ക് മനസ്സിലായി. ഗീത ചേച്ചി ഞാൻ മനസ്സാൽ അംഗീകരിച്ചു. അവരെ ഞാൻ സല്യൂട്ട് ചെയ്യുന്നു. ഇത്രയും മനോഹരമായൊരു ജീവിതം എനിക്ക് തന്നതിന് അവരോട് നന്ദി പറഞ്ഞേ പറ്റുകയുള്ളൂ. എന്തൊരു മികവ്, എന്തൊരു തികവ്, എന്തൊരു മെച്ചം, എന്താണ് പറയേണ്ടത്? എല്ലാം കൊണ്ടും അദ്ദേഹം അടവുകൾ പഠിച്ച് കളരി ആശാൻ തന്നെ. എൻ്റെ ഭർത്താവൊക്കെ മനുഷ്യനാണ്, പക്ഷേ എൻ്റെ അമ്മായിച്ചൻ ജിന്നാണ്. ജിന്ന്. അദ്ദേഹത്തെക്കുറിച്ച് വർണ്ണിക്കാൻ എനിക്ക് വാക്കുകളില്ല. സത്യം പറഞ്ഞാൽ ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഇതെഴുതുന്നത്. ഇത് മാഡം വായിക്കണം. ഇത് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സ് കുളിരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ, ഞാൻ വായിക്കാം. കൂടുതൽ കുളിരോ തളിരോ ഒക്കെ ഉണ്ടാകട്ടെ. പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത് ഈ പറഞ്ഞതുപോലെ നമ്മൾ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടി എഴുതിയൊരു കഥ മാത്രമാണ്. അപ്പം നമുക്കിപ്പം കഥയാണെങ്കിലും സത്യമാണെങ്കിലും ഒരു ഭാവനയാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ വായിക്കും. കാര്യം നമുക്കൊരു കണ്ടൻറ്റ് ഒരു ദിവസം ഉണ്ടെങ്കിൽ അത്ര സന്തോഷം. വായിക്കാതിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ബോറടിക്കും എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇത് കേട്ടിട്ട് ഞാനതോ മോറൽ സ്റ്റോറി പറഞ്ഞു അത് എല്ലാവരും അനുകരിക്കണം അങ്ങനെ ആരും ഒരിക്കലും വിചാരിക്കരുത്. നമ്മളിത് അതിൻ്റെതായ രീതി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഭാവനയുണ്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഒരിക്കലും ഈ സ്റ്റോറിയിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ പേഴ്സണലി അംഗീകരിക്കുന്നില്ല. പിന്നെ ചോദ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അതിനെ ക്രിട്ടിസൈസ് ചെയ്തോ അല്ലെങ്കിൽ മറുപടിയോ കൊടുക്കാം. ചോദ്യങ്ങളില്ലെങ്കിൽ കഥകൾ വായിച്ച് വിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ.